വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ സമാധാനിപ്പിച്ചാൽ എന്തുമാത്രം സന്തോഷം ഉണ്ടാവില്ലേ? അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. നമ്മൾ വിഷമത്തോടെ നിൽക്കുന്ന സമയത്ത് നമ്മളടുത്ത് ഒരാൾ നല്ല വാക്ക്, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് പറയുക എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചും വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു സംഭവമാണ്. എൻ്റെ ലൈഫിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യം നിങ്ങളടുത്ത് പറയണമെന്ന് വിചാരിച്ചു. അത് ഞാൻ ആരടുത്തും പറയാത്തൊരു സംഭവമാണ്. പറയാത്തതെന്ന് വെച്ചാൽ എനിക്ക് അരുണിനൊക്കെ അറിയാവുന്നൊരു സംഭവം കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എൻ്റെ പേരിലൊരു കേസ് ഉണ്ടായിരുന്നൊരു സംഭവം. അപ്പം കേസ് ഇപ്പോൾ നിലവിലുണ്ട് കേട്ടോ, അതിനെ സംബന്ധിച്ചൊന്നുമല്ല. അപ്പം ഞാൻ സ്റ്റേഷനിൽ റെസീറ്റ് ഒപ്പിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ പോയി അവിടുന്ന് CI ഞങ്ങൾ വിളിച്ച സമയത്ത് അവർ അന്നത്തെ ദിവസം അവിടെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ വിഷുവിൻ്റെ സമയത്ത്. അപ്പോൾ അവർക്ക് കുറച്ച് തിരക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് SI ആണോ CI ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, അവരിങ്ങനെ പോയി. അപ്പം നമ്മൾ അവിടെ SIൻ്റെ റൂമിൽ അവിടെ ഇരിപ്പിച്ചതായിരുന്നു. ഞാൻ പറഞ്ഞില്ല SI ആണോ CI ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, ആ ലേഡിയുടെ പേരൊന്നും എനിക്കറിയില്ല. അപ്പം ഞാനിങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത വിഷമം. നമ്മൾ ഒരു എന്താ പറയുക, ഇവിടെ വരെ ഇങ്ങനെ സ്റ്റേഷനിൽ തെറ്റോളം എത്തി. നമ്മൾ എന്താ പറയുക, എല്ലാത്തിനും എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ തൊടുന്നതെല്ലാം തീയെന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. എന്ത് ഞാൻ ചെയ്താലും അതെനിക്ക് തിരിച്ചിട്ട് അബദ്ധമായിട്ട് ആവുന്ന ഈ ഒരവസ്ഥ. അപ്പം എനിക്കിങ്ങനെ വിഷമം വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരിക. കാരണം നമ്മളെവിടം വരെ എത്തി, നമ്മൾ ആരൊക്കെ ആയി മാറി, നമ്മൾ എങ്ങോട്ടാണ് ഈ യാത്ര എന്നറിയാത്ത ഒരു പതറിച്ച ഉണ്ടല്ലോ, വല്ലാത്തൊരു പതറിച്ചയാണത്. നമ്മൾ എവിടേക്കാണ്, എങ്ങനെയാണ്, എവിടം വരെ എത്തിപ്പെടും എന്നുള്ള ഒരു പിടുത്തവും കിട്ടാത്തൊരു സാഹചര്യത്തിൽ കൂടെയുള്ള ഒരു യാത്രയിൽ. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് കരയുക. എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര വിഷമമായി. ഹലോ നമ്മളെങ്ങനെ പൈചാരിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ സമയത്ത് ചുമ്മാ ഫോണെടുത്ത് നോക്കിയ സമയത്ത് എനിക്കൊരു മെസ്സേജ്. ആ മെസ്സേജ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നി. അപ്പോൾ എന്താ ചില മെസ്സേജ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഞാൻ എൻ്റെ സാഹചര്യവും എല്ലാം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ. അപ്പോൾ മെസ്സേജ് കൂടി ഞാൻ കാണിച്ചു തരാം. അത് ജീന എന്ന് പറഞ്ഞ ഒരു കുട്ടി. ഞാൻ ഇതിനു മുമ്പേയും ഒരുപാട് വിഷയങ്ങൾ ആയിട്ട് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ജീന എന്ന് പറഞ്ഞ കുട്ടി എനിക്ക് വാട്സപ്പിൻ്റെ അകത്ത് മെസ്സേജ് അയച്ചു. ചേച്ചി, മാതാവിന് വിളക്ക് കത്തിക്കുന്നത്, മാതാവിന് മെഴുകുതിരി കത്തിക്കുന്നത് ഞാൻ കണ്ടു. മാതാവ് അങ്ങനെ കൈയൊഴിയുന്ന ആളൊന്നുമല്ല. ചേച്ചിയുടെ വിഷമവും സങ്കടങ്ങളൊക്കെ മാതാവ് മാറ്റിത്തരും. കാരണം ആ കൊച്ചൊരു ക്രിസ്ത്യനാണ്. അപ്പോൾ ആ കൊച്ചിൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ആ കൊച്ചെനിക്ക് അയച്ചൊരു മെസ്സേജാണ്. അപ്പം അയച്ച മെസ്സേജ് ഇങ്ങനെയാണ്: ഹാപ്പി വിഷു ബൈ ജീന എന്ന് അയച്ചിട്ടുണ്ട്. എല്ലാവരും വിഷു ആയിട്ട് മോളെയും കണ്ണനെയുമാണെന്ന് ഉദ്ദേശിച്ചായിരിക്കും, അങ്ങനത്തെ ഒരു രീതിയിൽ ഉദ്ദേശിച്ചാൽ അത് ഞാൻ വായിക്കുന്നില്ല, ഞാൻ കാണിച്ചു തന്നിട്ടല്ലോ. ദൈവം എല്ലാം കാണുന്നുണ്ട്, വിഷമിക്കല്ലേ നീ, കരയല്ലേ പ്ലീസ്. എനിക്ക് ഈ ലാസ്റ്റത്തെ വാക്കുണ്ടല്ലോ, എന്താ കണ്ടോളും, കരയല്ലേ പ്ലീസ് എന്ന് അയച്ചപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളടുത്ത് ഒരാൾ മെസ്സേജ് ചെയ്യാം, കരയല്ലേ പ്ലീസ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി. അപ്പം നമ്മൾ തളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് താങ്ങായിട്ട് ആരെങ്കിലും ഒരാൾ, അത് ഇന്ന വ്യക്തിയെന്നോ ഇന്ന ആളെന്നോ ഒന്നുമില്ല, എന്നോട് പിന്നെ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്,
ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊന്ന് കാലൊന്ന് തെന്നി വീഴാൻ പോയാൽ നമ്മളെ പിടിക്കുന്നത് ഹിന്ദു മതസ്ഥനോ ക്രിസ്ത്യൻ മതസ്ഥനോ ആയിരിക്കും. മുസ്ലിം മതസ്ഥൻ തന്നെ വന്ന് നമ്മളെ പിടിക്കുന്നില്ല. ആ പിടിക്കുന്ന കരങ്ങൾ ദൈവത്തിൻ്റേതായിരിക്കുമെന്ന വിശ്വാസവും നമുക്കുണ്ടാവും. നമ്മൾ പറയാറില്ലേ ദൈവം പല രൂപത്തിൽ വന്നോന്ന്. അപ്പം നമ്മൾ കാല് തെന്നി വീഴാൻ പോവുകയാണെങ്കിൽ ഒരു മുസ്ലിം തന്നെ പിടിക്കണ്ടേ? അങ്ങനെയല്ലല്ലേ വരുന്നത്. നമ്മളിപ്പം എവിടെയെങ്കിലും കാല് തെന്നി വീഴാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒക്കെ പുറപ്പെടുന്ന സമയത്ത് ആരെങ്കിലും ആയിരിക്കും നമ്മളെ പിടിക്കുക. ആ പിടിക്കുന്ന ആ കരങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പൂടി ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് അപ്പം ഞാനിങ്ങനെ ഓർത്ത് വിഷമിച്ചതിൽ കരയിലെ പ്ലീസ് എന്ന് പറഞ്ഞ ആ ഒരു മെസ്സേജ് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ച് ചെയ്യല്ലേ. നമുക്കൊരു പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വളരെ വിഷമമായിപ്പോയി. കാരണം നമ്മൾ ഏതോ ഇരുട്ട് വഴി കൂടെ എങ്ങോട്ടെന്നില്ലാത്ത യാത്ര, എന്താ നമ്മൾ ആരായിത്തീരും എന്നറിയാത്തൊരവസ്ഥ. അതെന്ന് വെച്ചാൽ ലൈഫിൽ ആ ഒരവസ്ഥയെ കൂടെ കടന്നു പോയവർക്ക് ഇപ്പോഴത്തെ ആ ഒരു വിഷമം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് വന്നു, ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പോൾ ഞാനത് ഇന്ന് എനിക്കൊരു ചേച്ചിയുണ്ട്, സ്മിത ചേച്ചി. അപ്പോൾ സ്മിത ചേച്ചിയോട് പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാം. കാരണം തളർന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ? ഒരു കൈ നമ്മളുടെ നേരെ വരും, നമ്മളെ എന്താ പറയുക സംരക്ഷിക്കാൻ എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ കാത്തിരിക്കും. എന്തായാലും ദൈവം ഏതോ ആയിക്കോട്ടെ, ഹിന്ദു ക്രിസ്ത്യാനോ മുസ്ലിം ആരോ ആയിക്കോട്ടെ, പക്ഷെ ദൈവം നമ്മളെ കൈ ഒഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസമായിട്ട് നിന്നാൽ മതി. നമ്മളെവിടെയും പതറാതെ മുമ്പോട്ട് പോകാൻ പറ്റും നമുക്ക്. ഓക്കെ.